ശിവ മൈക്ക് മ്യൂട്ട് ചെയ്യണേ. So good afternoon. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഓക്കെ ഫൈൻ. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു പ്രോബ്ലം ചെയ്തു നോക്കിയായിരുന്നു? ഒറ്റ പ്രോബ്ലം ഉണ്ടായിരുന്നുള്ളൂ, ചെയ്തു നോക്കിയോ? ആൽബിൻ
സാർ അയച്ചതാണോ? അതെ. നോക്കി സാർ. നോക്കിയിട്ടില്ല ഇല്ലേ? നോക്കി സാർ, നോക്കി. അതിൽ നോക്കിയോ? നോക്കി. ചെയ്യാൻ പറ്റുന്നുണ്ടോ? എളുപ്പമല്ലേ ഇത്? എളുപ്പമാണ്. കാരണം അത് ഞാൻ ഒറ്റ ഒരു ഇതും അങ്ങനെ ഇടാൻ കാരണം അതാ ആ പർട്ടിക്കുലർ പ്രോബ്ലം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ് ചെയ്യാൻ. പിന്നെ ഞാനിപ്പോൾ ആ കോളത്തിൻ്റെ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. റാങ്കൈൻസ് ലോഡ് എന്ന് പറഞ്ഞൊരു ലോഡൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് പറയാം. ഇപ്പോൾ ഈ സ്ക്രീൻ വിസിബിൾ ആണോ? എടാ വിസിബിൾ ആണെങ്കിൽ വിസിബിൾ ആണെന്ന് പറ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ തവണ പഠിച്ച കാര്യങ്ങളാണ്. അതായത് 5ാമത്തെ മോഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ കോളംസ് ആണ്. അതാണ് അതിൽ ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ നോക്കിക്കുക. അപ്പം നമ്മൾ പഠിച്ചു 2 ടൈപ്പ് ഓഫ് കോളംസ് ആണ് ഉള്ളത്. ഒന്ന് ലോങ് കോളവും പിന്നെന്താണ് ഷോർട്ട് കോളവും. അപ്പോൾ ലോങ് കോളം എന്ന് പറയുന്നതാണ് നമ്മൾ കഴിഞ്ഞ തവണ പ്രോബ്ലത്തിലൊക്കെ നോക്കിയത്. ലോങ് കോളം എന്തുകൊണ്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഫെയിലിയർ ഡ്യൂ ടു ബക്ലിംഗ് ആണ്. ഷോർട്ട് കോളം എന്തുകൊണ്ട് ഫെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ക്രഷിംഗ് ആണ്. ഇൻ്റർമീഡിയറ്റ് കോളമാണ് രണ്ടുകൊണ്ടും ബ്രേക്ക് ആവുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഇതൊരു കോളത്തിൻ്റെ എക്സാമ്പിളാണ്. ഈ നോട്ട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പിൽ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു പാർട്ട് കണ്ടോ, ഇത് ബെൻഡായി വരികയില്ലേ? അതായത് ഇങ്ങനെ വരുന്ന ആക്സിസിൽ നിന്ന് നേരെ വരുന്ന ആക്സിസിൽ നിന്ന് അതെങ്ങോട്ടേക്ക് ബെൻഡ് ചെയ്തു, ഇങ്ങനെ ബെൻഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ബക്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്രിട്ടിക്കൽ ലോഡ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ക്രിപ്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞ് പഠിച്ചു. 4 കേസിൽ ബക്ലിംഗ് ലോഡ് ഓയിലേഴ്സ് ഫോർമുല വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. അവിടം വരെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 4 കേസ് ഏതൊക്കെയായിരുന്നു? ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് ഒരെണ്ണമുണ്ട്, 1 end ഫിക്സ്ഡും അതർ എൻഡ് ഫ്രീ ആയിട്ടുള്ള ഒരെണ്ണമുണ്ട്, ബോത്ത് എൻഡ്സ് ഫിക്സ്ഡ് ഉണ്ട്, ദെൻ 1 end ഫിക്സ്ഡ് ആൻഡ് അതർ എൻഡ് ഹിഞ്ച്ഡ്. അപ്പോൾ അതിൽ നമ്മളൊരു ഈക്വൽ ലെങ്ത് പിടിച്ചത് ഓർമ്മയുണ്ടോ? L equal to 2L, L/2, L/√2 എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? എടാ ഉണ്ടോ ഇല്ലേ? ആരും പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടം വരെയാണ് നമ്മൾ പഠിച്ചത്. ഓയിലേഴ്സ് ഫോർമുല എന്ന് പറഞ്ഞ് അപ്പം ഒരു പ്രോബ്ലം വരികയാണ്. ഓയിലേഴ്സ് ഫോർമുല വെച്ചിട്ട് എന്താ പറയുക, പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഓയിലേഴ്സ് ഫോർമുല ഫോർ ക്രിപ്ലിംഗ് ലോഡ്, CR എന്ന് പറഞ്ഞാൽ ക്രിപ്ലിംഗ് ലോഡാണ്, അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ് എന്നും പറയാം. വിച്ച് ഈസ് ഈക്വൽ ടു π² EI/LE². LE എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഈക്വലന്റ് ലെങ്ത് ആണ്. ഈക്വലന്റ് ലെങ്ത് കേട്ടോ, ഈക്വലന്റ് ലെങ്ത്. ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സോൾവ് ചെയ്യാൻ. ഓക്കെ, അപ്പം അതിനകത്ത് അപ്പം നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നോക്കിയേ. എ സോളിഡ് റൗണ്ട് ബാർ 4 meter long and 50 mm diameter was found to extend 4.6 millimeter long under a tensile load of 50 kilonewton. Okay, this bar is used as a strut. Strut എന്ന് പറഞ്ഞാൽ ലോങ് കോളത്തിനെ സ്ട്രട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ 5ാമത്തെ മോഡ്യൂളാണെങ്കിൽ നിങ്ങൾക്ക് എന്തറിയാം, നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഫോർമുലയാണെന്നും അത് വെച്ചിട്ട് നമ്മൾ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കണം കേട്ടോ. ടേക്കിംഗ് ഫാക്ടർ ഓഫ് സേഫ്റ്റി ആസ് ഫോർ. ഈ ഫാക്ടർ ഓഫ് സേഫ്റ്റി എന്താണ് അറിയാമോ? ഫാക്ടർ ഓഫ് സേഫ്റ്റി അറിയാമോ ഇല്ലേ? ആർക്കും ഉത്തരവില്ലേ? ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചായിരുന്നു.
ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്ത് നോക്കിയായിരുന്നു ഇതിന്റെ? ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് തൽക്കാലം വിട്ടേക്ക്. ഞാൻ ഇന്നൊരു പ്രോബ്ലം വിത്ത് ഒരു സൊല്യൂഷൻ തരാം, എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. കാരണം സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ ചെയ്ത് എടുക്കാൻ നിൽക്കും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പം ഈ ഒരു പർട്ടിക്കുലർ, അതായത് റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, 2-3 പ്രോബ്ലം വിത്ത് സൊല്യൂഷൻ തരാം. നിങ്ങൾ ഈ ഫോർമുല π²EI/L² എന്ന് പറഞ്ഞ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുക കേട്ടോ. അടുത്തത്, അപ്പൊ ആ പ്രോബ്ലം അവിടെ നിൽക്കട്ടെ, അതിപ്പോ തന്നെ തരാം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ട വേറൊരു ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഡെഫിനിഷൻ, സ്ലെൻഡർനെസ് റേഷ്യോ. ഈ സ്ലൈഡ് കാണാമോ? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, π²EI/L² എന്ന് പറയുന്ന ഇക്വേഷനകത്ത് LE അതിനെ നമ്മൾ എന്താക്കി മാറ്റുന്നു? LE എന്ന് പറയുന്നത് എന്തായിരുന്നു? LE എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അറിയാമോ? ഈക്വലന്റ് ലെങ്ത് ആണ് അല്ലേ? അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മൾ ക്രിപ്ലിംഗ് ലോഡിന്റെ ഫോർമുല എഴുതി, π²EI/L² എഴുതി. എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ. ഓക്കെ, ഇനി റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈ ടേം ഇനി ഒരു ഏലിയൻ ടേം ആണോ അതോ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ ആർക്ക് ഉത്തരവില്ലേ? റേഡിയസ് ഓഫ് ഗൈറേഷൻ നിങ്ങൾ പഠിച്ചു കാണുമല്ലോ. മൊമെന്റ് ഓഫ് ഇനർഷ്യ പഠിച്ചിട്ടുണ്ടെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷനും പഠിച്ചു കാണുമല്ലോ. I = mr² എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ A × r² എന്ന് പറഞ്ഞ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ആരുടെയും ഇതൊന്നും റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. mr², അതായത് ഒരു മാസ് ഒരു പർട്ടിക്കുലർ റേഡിയസിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നോ അതേപോലെ തന്നെ ഒരു ഏരിയയും ഒരു പർട്ടിക്കുലർ റേഡിയസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു. അപ്പം ഏരിയന്റെയും ആ പർട്ടിക്കുലർ റേഡിയസിന്റെയും പ്രോഡക്റ്റിനെയാണ് എന്ത് പറയുന്നത്? മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ആ പർട്ടിക്കുലർ ഏരിയ മാസ് മാറ്റി നമ്മൾ ഏരിയയുടെ ടേംസിൽ വരികയാണെങ്കിൽ ആ ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയും. I = AR² അല്ലെങ്കിൽ AK² എന്നൊക്കെ നിങ്ങൾ പഠിച്ചു കാണും. ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇത് ബേസിക്കലി നമ്മുടെ നേരത്തെ I = mr² എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാസ് ഫ്രം ദ സെൻട്രോയിഡൽ ആക്സിസ് ആണെങ്കിൽ I = AK² എന്ന് പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ അബൌട്ട് ദ സെൻട്രോയിഡൽ ആക്സിസ് ആണ്. അപ്പൊ ആ സെൻട്രോയിഡൽ ആക്സിസിൽ എത്രമാത്രം മാറി നിൽക്കുന്നു അതിന്റെ ആ പർട്ടിക്കുലർ വാല്യൂവിനെ R എന്നും പറയും. ഈ പർട്ടിക്കുലർ എ വരുമ്പം ആ ആറിനെ നമ്മൾ പറയുന്നതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ ഈ ക്രിപ്ലിംഗ് ലോഡിനകത്ത് നമ്മൾ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ ഐക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കും? ഈ ഐക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കുന്നു? A × r² എന്ന് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഈ എയും ഈ എയും കട്ട് ചെയ്തു π²E / LE/r² എന്ന് കിട്ടും. അപ്പൊ LE/r-നെയാണ് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്ലെൻഡർനെസ് എന്ന് പറയാൻ കാരണം ലെങ്ത്തും എന്താണ്? റേഡിയസ് ഓഫ് റൊട്ടേഷൻ, അതായത് ലെങ്ത്, കോളത്തിന്റെ ലെങ്ത്തും പിന്നെ എന്ത് ചെയ്യാണ്? ഇതിങ്ങനെ വളഞ്ഞു വരുമ്പോൾ ഉള്ള റേഡിയസ്, അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് പറയുന്നത്? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത്. ഇതല്ലേ റേഡിയസ് ഓഫ് റൊട്ടേഷൻ, ഇങ്ങനെ വളഞ്ഞു വരുന്നത്. കൂടിപ്പോവാം അല്ലെങ്കിൽ കുറഞ്ഞു വരാം. ഓക്കെ, അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട്, സ്ലെൻഡർനെസ് റേഷ്യോയിനെ ബേസ് ചെയ്തിട്ട് കോളത്തിനെ എന്താക്കി മാറ്റാം? ലോങ് കോളവും ഷോർട്ട് കോളവും എന്ന് മാറ്റാം. അപ്പൊ LE/r എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ ലോങ് കോളം ആണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ഇപ്പുറത്തെ നോട്ടിലുണ്ട്. LE/r നോക്കട്ടെ. ഫോർ സെൻറ്ററിന് LE/r ലെസ് ദാൻ 100 ഈവൻ ബിഫോർ ക്രിപ്ലിംഗ് ലോഡ് ഈസ് റീച്ച്. ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ 80 അല്ല 100 ആണേ. അപ്പം LE/r ലോങ് കോളം ആണെങ്കിൽ LE/r എന്ന് പറയുന്നതിന്റെ റേഷ്യോ എന്തായിരിക്കും? എത്രയിനേക്കാളും കൂടുതലായിരിക്കും? 100-നേക്കാളും കൂടുതലാണ് കേട്ടോ.
ലെസ് ദാൻ 100 ആണെങ്കിൽ എന്ത് പറ്റും? ഇന്റർമീഡിയറ്റ് കോളം. അപ്പൊ നമ്മൾ ഇത്രയും നേരവും പഠിച്ചത് ഷോർട്ട് കോളം നമ്മൾ ആദ്യം പഠിച്ചു. ഷോർട്ട് കോളത്തിൽ ജസ്റ്റ് ഡയറക്റ്റ് ക്രഷിംഗ് ലോഡ് മാത്രമേ ഉള്ളൂ. ലോങ് കോളത്തിൽ എന്തുണ്ട്? ക്രിപ്ലിംഗ് ലോഡും ക്രഷിംഗ് ലോഡും രണ്ടെണ്ണം ഉണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എന്താണ് ലോങ് കോളത്തിൽ വരുന്നത്? ക്രിപ്ലിംഗ് ലോഡാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡ് എടുത്തത്. ഇനി ഒരു ഇന്റർമീഡിയറ്റ് കോളം വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുലയാണ് റാങ്കൈൻസ് ഫോർമുല. ഇന്റർമീഡിയറ്റ് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോങ്ങും അല്ല ഷോർട്ടും അല്ല. അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് LE/R ലെസ് ദാൻ 100 ആണെങ്കിൽ എന്താണ്? അത് ഇന്റർമീഡിയറ്റ് കോളമാണ്. ഗ്രേറ്റർ ദാൻ 100 ആണെങ്കിൽ എന്താണ്? അത് ലോങ് കോളമാണ്. ഐഡിയ കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ ഈ റാങ്കൈൻസ് ഫോർമുല, അതായത് റാങ്കൈൻസ് ഫോർമുല വെച്ചിട്ട് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും 5ാമത്തെ മോഡ്യൂളിൽ. അപ്പൊ റാങ്കൈൻസ് ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് ഇറ്റ് ഈസ് ആക്ച്വലി ഫോർ ഇന്റർമീഡിയറ്റ് കോളം. ഓക്കെ. ആൻഡ് ആ റാങ്കൈൻസ് ഫോർമുല കണ്ടുപിടിക്കേണ്ട റാങ്കൈൻസ് ഫോർമുല എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നെറ്റ് ലോഡ് ഈക്വൽ ടു ഇതാണ് സമ്മേഷൻ. അപ്പൊ 1/P, അതായത് നെറ്റ് ലോഡ് ആക്ടിങ് ഓൺ ആൻ ഇന്റർമീഡിയറ്റ് കോളം. അപ്പൊ ഇന്റർമീഡിയറ്റ് കോളത്തിൽ എന്തിന്റെയൊക്കെ എഫക്ട് എടുക്കും? ക്രഷിങ്ങിന്റെ എഫക്ട് എടുക്കും, ക്രിപ്ലിംഗിന്റെ എടുക്കും. അതായത് PC എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രഷിംഗ് ആണ്. PCR എന്ന് പറഞ്ഞാൽ എന്താണ്? ഓയിലേഴ്സ് ക്രിപ്ലിംഗ് ലോഡാണ്. അപ്പൊ രണ്ടിന്റെ എഫക്ട് എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് 1/P ഈക്വൽ ടു 1/PC പ്ലസ് 1/PCR എന്ന് പറഞ്ഞ ഫോർമുല ഇട്ടത്. എന്നിട്ട് അവരെന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. PC എന്ന് പറഞ്ഞാൽ ക്രഷിംഗ് ലോഡാണ്. അതെന്താണ്? കംപ്രസീവ് സ്ട്രെസ് ഇൻറ്റു ഏരിയ. ക്രിപ്ലിംഗ് ലോഡ് എന്താണ്? π² EI/L² ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷന്റെ ടേംസിൽ ഇതാണെന്ന് അറിയാം. മനസ്സിലായോ? അപ്പൊ PC-ക്ക് വരെ നമ്മൾ എന്തിട്ടു? σc ഇൻറ്റു A കൊടുത്തു. അതേപോലെ PCR-ന് എന്ത് കൊടുത്തു? σc ഇൻറ്റു A ഇൻറ്റു LE²/π² E ഇൻറ്റു AR². ഇത് എവിടുന്നാ വന്നേ? റേഡിയസ് ഓഫ് ഗൈറേഷനിൽ നിന്ന്. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതും. ആ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന ഇക്വേഷനെയാണ് റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറയുന്നത്. റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് ഏതിനാണ് യൂസ് ചെയ്യുന്നത്? ഇന്റർമീഡിയറ്റ് കോളത്തിനാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണാം. റീഅറേഞ്ച് ചെയ്തപ്പോൾ എന്ത് എഴുതു? റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ σc ഇൻറ്റു A ഡിവൈഡഡ് ബൈ 1 പ്ലസ് ആൽഫ ഇൻറ്റു LE/R². LE/R ദ ഹോൾ സ്ക്വയർ. അപ്പോൾ LE/R എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. ആൽഫ എന്താണ്? ആൽഫ എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ടേമിനെ മൊത്തം വിളിക്കുന്നതാണ്. ആ കോൺസ്റ്റന്റ് ആണ് ആൽഫ. അവിടെ ക്രഷിംഗ് സ്ട്രെസ്സിന്റെ എഫക്റ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് പഠിച്ചു വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായോ? റാങ്കൈൻസ് ക്രിപ്ലിംഗ് ലോഡ് വേറൊന്നുമില്ല, ഫോർമുല മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇന്റർമീഡിയറ്റ് കോളത്തിന് ക്രിപ്ലിംഗ് ലോഡ്, അതായത് ഫെയിലൂർ ആവുന്ന ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫോർമുലയാണ് എന്ത്? റാങ്കൈൻസ് ഫോർമുല. മനസ്സിലായോ? ഈ ഒരു പർട്ടിക്കുലർ ഫോർമുലയാണ് ഞാൻ കഴിഞ്ഞ തവണ ഷെയർ ചെയ്തത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇനി റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ച് ശ്രദ്ധിച്ച് കേൾക്കുക. റാങ്കൈൻസ് ഫോർമുല ഉപയോഗിച്ച് 2 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. റാങ്കൈൻസ് ഫോർമുല ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ഫോർമുല ഉപയോഗിക്കും? ഈ ഫോർമുല ഉപയോഗിക്കും. ഇനി ഇത് കാണാതെ പഠിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫോർമുലയിൽ നിന്ന് ഇത് നിങ്ങൾ ഡിറൈവ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഒന്നുകിൽ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1/P ഈക്വൽ ടു 1/PC പ്ലസ് 1/PCR എന്ന് പറഞ്ഞ ഇക്വേഷനിൽ നിന്ന് എന്തിലേക്ക് കൊണ്ടുവരിക? ഇതിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ റാങ്കൈൻസ് ഫോർമുലയ്ക്ക് 2 പ്രോബ്ലംസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് സൊല്യൂഷൻ ഇല്ലാന്ന് തോന്നുന്നു. സൊല്യൂഷൻ ഉള്ള 2 പ്രോബ്ലംസ് തരാം. മീൻ വൈൽ ഇതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഓക്കെ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾ ഈ പർട്ടിക്കുലർ പ്രോബ്ലം ചെയ്യുമ്പം, അതായത് ലോങ് കോളം ആവട്ടെ ഇന്റർമീഡിയറ്റ് കോളം ആവട്ടെ, നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഒറ്റ ഒരു കേസ് ഉണ്ട്. അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാ ഇവിടെ കണ്ടോ, π² EI/L². I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അല്ലേ? പക്ഷെ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ഏതിൽ കൂടെ ഒക്കെ എടുക്കാം? ഒന്ന് എക്സിൽ കൂടെ എടുക്കാം, അല്ലെങ്കിൽ വൈയിൽ കൂടെ എടുക്കാം. നിങ്ങള് അതായത് ലോഡ് ഇങ്ങനല്ലേ വരുന്നത്? ഒന്നുകിൽ ലോഡ് ഇവിടെ വരും ഇല്ലേ? ഇങ്ങനെ വരുമ്പം
ഒന്നുകിൽ എക്സിൽ കൂടെ അല്ലെങ്കിൽ വൈയിൽ കൂടെ എടുക്കാം. പക്ഷേ ഏത് വാല്യൂ ആണ് നിങ്ങൾ എടുക്കുന്നത്? ഇപ്പം സർക്കുലർ സെക്ഷൻ വരികയാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, 5d⁴/64 എടുത്താൽ മതി. റെക്ടാങ്കുലർ സെക്ഷൻ വരികയാണെങ്കിൽ എന്ത് വരും? i = 1 എന്ന് പറഞ്ഞാൽ bd³/12 വരും. അല്ലെങ്കിൽ എന്ത് വരും? d × bq/12 വരും. അപ്പൊ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, i എന്ന് പറഞ്ഞാൽ ഏറ്റവും മിനിമം. ix ആവട്ടെ iy ആവട്ടെ രണ്ടും കണ്ടുപിടിച്ചിട്ട് അതിനകത്ത് മിനിമമേ എടുക്കാവുള്ളൂ. ഓക്കെ ആണോ? റെക്ടാങ്കുലർ സെക്ഷൻ വന്നു കഴിഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ സർ. അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തൊരു ഡൗട്ട് എന്ന് പ്രോബ്ലം ചെയ്യുമ്പം. ബാക്കിയുള്ള എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പം ഞാൻ 2 പ്രോബ്ലംസ് എന്തായാലും ഇടാം, നിങ്ങളത് ചെയ്തു നോക്കുക കേട്ടോ. ഇത് കഴിഞ്ഞാൽ കമ്പൈൻഡ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ മോഡ്യൂൾ 5 തീരും കേട്ടോ. കമ്പൈൻഡ് ലോഡിംഗ് എന്ന് പറഞ്ഞൊരു കേസും കൂടെ മാത്രമേ ഉള്ളൂ മോഡ്യൂൾ 5. പണ്ട് തിയറീസ് ഓഫ് ഫെയിലിയർ ഉണ്ടായിരുന്നു, അത് നിങ്ങൾക്കില്ല. അപ്പോൾ കമ്പൈൻഡ് ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ് മൊമെന്റും ടോർഷനും എല്ലാം കൂടെ വരുന്നത് കേട്ടോ. യെസ് സർ. ഓക്കെ ഫൈൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഉണ്ടോ? ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ടൊന്നും ഇല്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. സോ അപ്പം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും പ്രോബ്ലംസ് ഷെയർ ചെയ്യാം. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഈ ഒരു പർട്ടിക്കുലർ ഇതിനകത്തെ പ്രോബ്ലംസും കൂടെ ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഓക്കെ സർ. ഓക്കെ സർ. ഓക്കെ, അപ്പം ഓക്കെ ഫൈൻ. അപ്പം നമുക്ക് പക്ഷെ 55 പേരേ ഉള്ളല്ലോ. ഞാൻ ഇനി അറ്റൻഡൻസ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു മിനിറ്റ്. എടാ നമ്പേഴ്സ് പറഞ്ഞോ. 1 2 3 എന്ന് പറയാമോ? 1% സർ. ആ 2% sir. 3 4 4%. 5 ഓക്കെ 5% sir. 6 5%. 6% sir. ഓക്കെ 7 7% sir. 7%. 8% ആണോ? 9 8%. 8%. 9 sir. ഓക്കെ 10 9%. ഓക്കെ 10 11% സർ. ഓക്കെ. അറ്റൻഡൻസ് എടുത്തവർ പൊക്കോ കേട്ടോ. 11 സർ 11%. ഓക്കെ 12 13 13% സർ. ഓക്കെ 14 15 15%. ഓക്കെ 16 16%. ഓക്കെ 17 17. ഓക്കെ 18 Present, sir. ഓക്കെ 19 Present, sir. ഓക്കെ 20